ഏറ്റവും പ്രധാനം ഒരു ഡീലിലേക്ക് ഇനി ഇറാന് ചെല്ലാൻ കഴിയുമോ? ഇറാൻ ഒരു വിധേനയും അതിന് തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ശക്തമായ ആക്രമണത്തിന് പ്രത്യാക്രമണം തന്നെ മറുപടി. പ്രത്യേകിച്ച് ഇറാന് മുറിവേറ്റിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നേതാക്കൾ, അവരുടെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ. അങ്ങനെ എന്തിനാണ് ഉദ്ദേശിച്ചത് അത് കൃത്യമായി കൊണ്ടിട്ടുണ്ടെന്ന് ആയത്തുള്ള അലി ഖംനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ ഒരു പിന്മാറ്റത്തിന് ഇനി അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഏത് വിധേനയാണ് വിലയിരുത്തലുകൾ വരുന്നത്? ശ്രീജ, എന്തായാലും അത്തരത്തിലൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഖമേനിയുടെ ആ ഒരു പ്രസ്താവന തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ദിവസം പോലും അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഒരു ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതേതെങ്കിലും തരത്തിൽ ഇനി മുന്നോട്ടുള്ള ചർച്ചകളെ പോലും അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരികയാണ്. കാരണം 6ാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ സംഘർഷം രൂക്ഷമാകുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അനിശ്ചിതത്തിലേക്കായി, അല്ലെങ്കിൽ അതിന് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ അഞ്ജന ശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ സംഘർഷത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും മാറണമെങ്കിൽ ഒരുപക്ഷെ ഇറാൻ തന്നെ അതിന് മുൻകൈ എടുക്കണം. ഇറാൻ ഇത്തരത്തിൽ ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് അറിയിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സംഘർഷത്തിന് അയവ് വരൂ എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ വലിയ ആക്രമണം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ കരുതിയിരുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവരുടെ ആയുധശേഷികൾ അവർ ഏത് തരത്തിലാണ് ആക്രമിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഗാസ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ആ രീതിയിൽ ഇറാനെ ആക്രമിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു. ആ രീതിയിൽ അവർ ആക്രമിക്കുകയും ചെയ്തു. അവർ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ 13 ഇടങ്ങളിൽ അവർക്ക് ആക്രമണം നടത്താനും ഒപ്പം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കൊലപ്പെടുത്താനും സാധിച്ചു. ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചില്ല എങ്കിൽ പോലും തന്നെ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ കൃത്യമായി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ ഇത് കൃത്യമായി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യാക്രമണം നടത്തിയത്. ആ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനും കനത്ത രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനവാസ മേഖലയിലാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. അവിടെ കൃത്യമായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ബങ്കറിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം. രാജ്യമെമ്പാടും സൈറനുകൾ മുഴങ്ങുന്നു. ഒരു തരത്തിലും കൂട്ടം കൂടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകുന്നു. കനത്ത ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. അങ്ങനെ ഇസ്രായേലും ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിൽ ഭയന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയും ഇറാന്റെ ഭാഗത്തുനിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പലയിടങ്ങളിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമാവുകയാണ്. ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സമാധാന ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇസ്രായേലിലെ നിലവിൽ ഇറാന്റെ അറ്റാക്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണം, ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ള നിർദ്ദേശം മറ്റു രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇരു രാജ്യങ്ങളും അതിന് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കുവച്ചത് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇനി ആക്രമണവും പ്രത്യാക്രമണവും തുറന്നു തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ടെലവീവിലും ഒപ്പം തന്നെ ജെറുസലേമിലും സെൻട്രൽ ഇസ്രായേലിലുമാണ് കനത്ത നാശനഷ്ടം ഇറാന്റെ ആക്രമണത്തിലൂടെ ഉണ്ടായത്. അതേസമയം ടെഹ്റാനിൽ വീണ്ടും
ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നു. 200ഓളം ജെറ്റ് വിമാനങ്ങൾ ഇറാന്റെ വ്യോമപാതയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വ്യോമപാത കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ അടച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി യാത്രാ വിമാനങ്ങൾക്ക് തടസ്സം നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 16ഓളം എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ, ഇന്ത്യയെ സംബന്ധിച്ച് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ 16ഓളം വഴിതിരിച്ചു വിടുകയും ഒപ്പം തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. സമാന സാഹചര്യം ഇന്നുമുണ്ട്. വഴിതിരിച്ചു വിടാനുള്ള ഒരു രീതിയിലേക്കാണ് വിമാന കമ്പനികൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ സൈനിക മേധാവി ഇത്തരത്തിൽ UK വിദേശകാര്യ മന്ത്രിയുമായി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ കൂടിയാലോചനകൾ നടത്തി, ഫോണിൽ മുഖേന ബന്ധപ്പെട്ടുവെന്നടക്കമുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ UK അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ UK-ക്കും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഈ ഒരു നിലപാട്, അതായത് ഗാസയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇറാൻ മറ്റു രാജ്യങ്ങളിലെ പിന്തുണ ഈ ഒരു സന്ദർഭത്തിൽ തേടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ രാജ്യങ്ങളും ഒരു തരത്തിലും സംയമനം പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകുന്നു. US-ന്റെ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതായത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് US ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാൻ, അതായത് അമേരിക്കൻ പൗരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭയാനകരമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ US മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇസ്രയേൽ വളരെ വളരെ സജ്ജമായാണ് ഈ ആക്രമണത്തിന് മുതിർന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വർഷങ്ങളായി അവർ ഇറാന്റെ ആണവ പദ്ധതികളെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ആ ആണവ പദ്ധതികൾ ഏത് വിധേനയും തകർക്കാനുള്ള തയ്യാറെടുപ്പും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇറാനിലേക്ക് നുഴഞ്ഞു കയറി ആ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നവരെ, ആണവ നിലയങ്ങൾക്ക് നേരെ, ഒപ്പം രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുടെ തലപ്പത്ത് നിൽക്കുന്നവരെയൊക്കെ കൃത്യമായി ലക്ഷ്യമിട്ട ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാന് തിരിച്ച് താരതമ്യേന പിന്തുണ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാനെ പിന്തുണയ്ക്കുന്നവർ ദുർബലരായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്ര നാൾ ഈ സംഘർഷം അങ്ങനെ നീണ്ടുപോകും എന്നതാണ് അതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. വിശദമായ വിവരങ്ങളാണ് MG മിഥുൻ നൽകിയത്. നമുക്ക്